എന്റെ ചാനല് ആരോട് പറയാനോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ജന. അരടോ ഇങ്ങോട്ട് നോക്ക്, ചിരിക്കി. ഹലോ ഗൈസ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ ചാനല് ആരോട് പറയാനോ? ആനിവേഴ്സറി ആയിട്ട് അമ്മക്ക് എന്താ പറയാനുള്ളത്? കൂടി പറയും. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ എന്താണെന്നറിയോ? ഞാൻ ആദ്യമായിട്ടാട്ടോ എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ ഫോണും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി ഭീകരജീവിനെ കാണുന്ന ആരും എല്ലാവരും എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചാള് കേട്ടോ. എന്നോട് എപ്പോഴും ഇവർ പറയുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാട്ടോ. ക്യാമറ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓടി ഒളിക്കുകയാണ് എല്ലാവരും. അല്ല, അപ്പം ഞാൻ എന്തിനാ ഇവിടെ വന്നത് എന്ന് ആരോടും പറഞ്ഞില്ലല്ലോ. ഇന്നെൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം അതിന് ഓർക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നതാണ്. രണ്ടാൾക്കും ഒരു ഓർമ്മയില്ലായിരുന്നു കേട്ടോ. മന്തി എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ ചെറുങ്ങനെ? എനിക്ക് വായിലില്ല വെള്ളം. അയ്യോ, വായിൽ വെള്ളം വന്നിട്ട് വയ്യത് വേഗം. ആ വാവ്, ഞങ്ങൾ മൂന്നാളും കൂടി പ്ലാൻ ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഓർക്ക് രണ്ടാൾക്ക് ഒരു ഓർമ്മയില്ലാത്തത് കൊണ്ട് ഫുഡും കേക്കും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് വന്നപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് ഇന്ന് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിന് കേട്ടോ എല്ലാവർക്കും. ഫുഡൊക്കെ എൻ്റെ അനിയൻ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും വിചാരിച്ച എന്താ, സാധാരണ ഇടയ്ക്ക് ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ നിന്നതാണ്. പക്ഷേ ആനിവേഴ്സറി എന്നുള്ള ഓർമ്മ രണ്ടാൾക്കും തീരെ ഓർമ്മ വന്നില്ല കേട്ടോ. പക്ഷെ അത് നല്ലൊരു രസമായിരുന്നു. എന്തായാലും ഇന്നെന്തായാലും ആനിവേഴ്സറി മാത്രമല്ല കേട്ടോ, വേറൊരു സന്തോഷം കൂടി ഉണ്ട്. എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേയും കൂടി കേട്ടോ. ഇന്ന് അമ്മേൻ്റെ 18ാമത്തെ ബർത്ത്ഡേൻ്റെ അന്നാണ് അമ്മേൻ്റെ കല്യാണം കഴിയുന്നത് കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താഘോഷിക്കുമ്പോഴും അന്ന് ഡബിൾ ആയിട്ട് ആഘോഷിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നു മാറിയോ എന്നൊരു സംശയം ഉണ്ട് അല്ലേ. എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഇവിടെ ക്യൂ ആയിരുന്നു കേട്ടോ മക്കൾ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്കും മന്തിയും കഴിക്കാനുള്ള ഒരു ആവേശത്തിൽ ഇടയ്ക്ക് എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ സാധാരണ ഇത്ര കേക്ക് കഴിക്കാറില്ല. പക്ഷെ ഞാൻ അന്ന് നല്ലോണം കേക്ക് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം മന്തിയൊന്നും കഴിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് കഴിക്കാൻ. ഞാൻ 2-3 പീസ് കേക്ക് ഞാൻ കഴിച്ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തനുമോളും അച്ഛനും ഏട്ടനും രാലേട്ടനും കുട്ടനും ഇവരൊക്കെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അമ്മിണിയും അപ്പുറത്ത് ഓർക്ക് രണ്ടാൾക്കും അവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ വേഗം ഇറങ്ങാന്ന് വെച്ചിട്ടോ. സമയം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്. നല്ല മഴയാണ് ഇപ്പോൾ, അതുകൊണ്ട് എല്ലായിടത്തിലും വെള്ളം കയറി നിൽക്കുന്ന സമയമാണ്. അപ്പം അമ്മിണി ആദ്യം പോയി, പിന്നെ ഞാനും ടാറ്റ പറഞ്ഞ് വേഗം ഇറങ്ങിയിട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, ടാറ്റ.